പിക്കപ്പ് ഓട്ടോബോഡിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2010 മോഡൽ ഒരു S60 ആണ്. അപ്പോൾ ഈ വെഹിക്കിലൂടെ എത്തിയത് ഒരു ബ്രേക്ക് ഡൗൺ ആയിട്ടാണ്. വെഹിക്കിൾ സ്റ്റാർട്ടിങ് ട്രബിൾ ആയിരുന്നു. ചില സമയത്ത് റണ്ണിങ്ങിൽ വണ്ടി ഓഫായി പോകുന്ന കൺസേൺ ആയിരുന്നു. കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ ഫ്യൂൽ പമ്പിങ് കുറവാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ ഫ്യൂൽ പമ്പ്, അതായത് 2 പമ്പ് വരുന്നത്, ഒരു ഹൈ പ്രഷറും ലോ പ്രഷറും. അപ്പോൾ ഈ ലോ പ്രഷറിൻ്റെ പമ്പിൻ്റെ സൈഡ് ബേൺ ആയിരിക്കുകയാണ്. അത് ചില സമയത്ത് കൂടുതലും ലോ ഫ്യൂവലിൽ കിടന്ന് ഓടുമ്പോഴും അതല്ലാത്ത സമയത്ത് കൂടുതൽ സ്റ്റാർട്ട് ഷോക്ക് വരുന്ന വണ്ടികൾക്കാണ് കൂടുതലും ഈ കംപ്ലൈൻറ്റ് റിപ്പോർട്ട് ചെയ്യാറ്. ഈ കാണുന്നതാണ് അതിൻ്റെ ഫ്യൂൽ പമ്പ്. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടാൽ മനസ്സിലാവും, ആ കപ്ലർ കണക്ട് ചെയ്യുന്ന പോർഷനിൽ ഒരു ബേൺ അയക്കുന്നുണ്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രോബ്ലം. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഈ കണക്ട് ചെയ്യുന്ന കണക്ടർ, അതായത് ഈ പമ്പിൽ കണക്ട് ചെയ്യുന്ന കണക്ടർ. അപ്പോൾ കണക്ടറിൻ്റെ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പിന്നിൻ്റെ അവിടെ ഇങ്ങനെ ബേൺ ആയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ കോൺടാക്ട് പ്രോപ്പർ അല്ലാണ്ടാണ് വെഹിക്കിൾ ഓഫായി പോകുന്ന ഇഷ്യൂസ് വരിക. അപ്പോൾ നമുക്ക് കമ്പനിയിൽ അത് റീപ്ലേസ്മെൻറ്റ് വന്ന ഒരു പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ. അതായത് ഫ്യൂൽ ടാങ്കിൻ്റെ പമ്പ് കംപ്ലീറ്റ് മാറുക. അതിനൊരു അറൗണ്ട് ഒരു 40,000 to 45,000 റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് റിപ്പയർ ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ കംപ്ലൈൻറ്റ് എല്ലാം സോൾവ് ആയി. ഇപ്പോൾ നമ്മൾ ലോങ് ടെസ്റ്റ് കൊടുത്ത് വെഹിക്കിൾ എത്തി. ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല.